സദൃശ്യവാക്യങ്ങൾ അധ്യായം 4. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. മക്കളെ, പിതാവ് നിങ്ങൾക്കുപദേശിച്ചു പഠിപ്പിക്കുന്നത് കേട്ടനുസരിപ്പിൻ. വിവേകം എന്തെന്നാൽ ശ്രദ്ധിക്കുവിൻ, എന്തെന്നാൽ നിങ്ങൾക്ക് സതുപദേശം തന്നു. എൻ്റെ നിയമം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ പിതാവും മകനും എൻ്റെ അമ്മയ്ക്ക് ഏക ഓമന മകനുമായിരുന്നു. അദ്ദേഹം എന്നെ പഠിപ്പിച്ചെന്നോട് പറഞ്ഞു, നിന്റെ ഹൃദയം എൻ്റെ വാക്കുകൾ സംഗ്രഹിച്ചിരിക്കട്ടെ. എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുക. എൻ്റെ പ്രമാണം കൃഷ്ണമണി പോലെ കരുതുക. വിജ്ഞാനം നേടുക, വിവേകം സമ്പാദിക്കുക, അത് മറക്കരുത്. എൻ്റെ വായിൽ നിന്നുള്ള വചനങ്ങൾ വിട്ടുമാറരുത്. അത് നീ ഉപേക്ഷിക്കരുത്. അത് നിന്നെ കാത്തു സൂക്ഷിക്കും. നീ അതിനെ സ്നേഹിക്കുക, അത് നിന്നെ സംരക്ഷിക്കും. വിജ്ഞാനമാണ് പ്രധാനം. ആകയാൽ വിജ്ഞാനം പ്രാപിക്കുക. നിന്റെ സർവസമ്പാദ്യത്താലും അതിനെ നേടിയെടുക്കുക. നീ അതിനെ ആശ്ലേഷിക്കുക, അത് നിന്നെ ഉയർത്തും. നീ അതിനെ ആലിംഗനം ചെയ്താൽ ബഹുമാന്യാവസ്ഥയിലേക്ക് അത് നിന്നെ കൊണ്ടുവരും. അത് നിന്റെ ശിരസ്സിന് കൃപയുള്ള ഒരാഭരണമായിരിക്കും, മഹിമയുടെ കിരീടവും അത് നിനക്ക് പ്രദാനം ചെയ്യും. മകനെ, എന്നെ ശ്രദ്ധിച്ചാലും എൻ്റെ വാക്കുകൾ സ്വീകരിക്കുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. വിജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ പഠിപ്പിച്ചു. ശരിയായ പാതയിലൂടെ ഞാൻ നിന്നെ നയിച്ചു. നീ പോകുമ്പോൾ നിന്റെ കാലുകൾ ഇടറുകയില്ല. നീ ഓടുമ്പോൾ നീ തെന്നി വീടുകയില്ല. പ്രബോധനം മുറുകെ പിടിച്ചു കൊള്ളണം. വിട്ടുകളയരുത്, അതിനെ സൂക്ഷിക്കുക. അതാണ് നിന്റെ ജീവൻ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ പ്രവേശിക്കരുതേ. കൊള്ളരുതാത്തവരുടെ വഴിക്ക് നീ പോകരുതേ. അത് ഉപേക്ഷിക്കുക. ആ വഴിക്ക് പോകരുത്. അതിൽ നിന്നും തിരിഞ്ഞു മാറി ദൂരെ മാറിപ്പോവുക. അവർ എന്തെങ്കിലും തിന്മ പ്രയോഗിച്ചിട്ടല്ലാതെ ഉറങ്ങുകയില്ല. ആഗ്രഹം സാധിച്ചല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. എന്തെന്നാൽ അവർ ഭക്ഷിക്കുന്നത് നിന്ദയുടെ അപ്പമാകുന്നു. ഉപദ്രവം ചെയ്യുക എന്ന വീഞ്ഞാണ് അവർ കുടിക്കുന്നത്. നീതിമാന്റെ പാത പ്രശോഭിക്കുന്ന പ്രകാശം പോലെയാകുന്നു. പൂർണ്ണ ദിവസത്തിലേക്ക് കൂടുതലായി അത് തെളിഞ്ഞു വരുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ അന്ധകാര സമമാണ്. എവിടെയാണ് അവർ വഴുതി വീഴുന്നതെന്ന് അവർ അറിയുന്നില്ല. എൻ്റെ മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ ചൊല്ലുകൾക്കായി നീ ചെവി ചായിക്ക. നിന്റെ കൺമുമ്പിൽ നിന്നും അവ മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ തന്നെ അവ സൂക്ഷിച്ചു കൊള്ളണം. എന്തെന്നാൽ അതിനെ കണ്ടെത്തുന്നവർക്ക് അത് ജീവനാകുന്നു. അവരുടെ ശരീരത്തിന് മുഴുവനും ആരോഗ്യവുമാകുന്നു. കരുതലോടെ നിന്റെ ഹൃദയം കാത്തുകൊള്ളണം. എന്തെന്നാൽ ജീവന്റെ സർവകാര്യവും അവനിൽ നിന്നുമല്ലോ. വക്രതയുള്ള സംസാരം നിന്നിൽ നിന്നും പൂർണ്ണമായി വിട്ടുകളയുക. അധരങ്ങളുടെ വക്രത നിങ്ങൾ നിന്ന് വിദൂരത്താക്കുക. നിന്റെ കണ്ണുകൾ നേരെ നോക്കണം. നിന്റെ കൺപോളകൾ നേരെ മുമ്പോട്ട് വീക്ഷിക്കട്ടെ. നിന്റെ കാലുകൾ ദുഷിച്ച പാതയെ വിട്ടുമാറട്ടെ. നിന്റെ വഴികളെല്ലാം
സുസ്ഥിരമായിരിക്കട്ടെ. ഇടത്തേക്കോ വലത്തേക്കോ നീ തിരിയരുതേ, തിന്മയിൽ നിന്നും കാലുകൾ മാറിപ്പോകട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.